മുത്തശ്ശി വൈദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണിത്, ആടലോടകം. അപ്പോൾ ആടലോടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടലോടകത്തിൻ്റെ ഏറ്റവും ഔഷധ ഗുണമുള്ള ചെടിയാണ് ഇത്, ചെറിയ ആടലോടകം. ഇതുകൂടാതെ വലിയ ആടലോടകം എന്ന് പറയുന്നുള്ള ഒരു ആടലോടകമുണ്ട്. അത് പാലക്കാട് ഗ്രാമപ്രദേശങ്ങളിൽ വീടുകളുടെ മുമ്പിൽ വേലിക്ക് തൂണായിട്ടും വേലിക്ക് ഇടയിൽ മുള്ളു പാകുന്നതിൻ്റെ ഇടയിൽ നട്ട് വളർത്തുന്നതുമാണ് ആടലോടകം, വലിയ ആടലോടകം. ഈ കേരളത്തിൽ മാത്രം അപൂർവമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ചെറിയ ആടലോടകം. ഇതിലാണ് ഔഷധ ഗുണം ഏറെയുള്ളത്. അപ്പോൾ അടുത്ത കാലത്ത് പല വൈദ്യന്മാരും പറഞ്ഞു ആടലോടകത്തിന് എന്തോ പുതിയ പേറ്റൻറ്റ് കിട്ടാൻ പോകുന്നതോ വേറെ അതിന് വലിയ ഔഷധ മൂല്യം ഉണ്ടെന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ അടുത്ത് വിശദമായിട്ട് വരും എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് 1-2 വൈദ്യന്മാർ പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ ആടലോടകത്തിൻ്റെ ഇല അന്വേഷിച്ച് പല ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അവർക്കൊക്കെ ഈ ചെറിയ ആടലോടകത്തിൻ്റെ ഇല കൊടുക്കാറുണ്ട്. അപ്പോൾ വലിയ ആടലോടകത്തിലും ഔഷധ ഗുണം ഏറെയുള്ളതാണ് ചെറിയ ആടലോടകം. ആടലോടകത്തിന് പേര് ഈ വന്നതിലൊരു ചെറിയൊരു കഥ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് സംസ്കൃതത്തിൽ ആടരൂക്ഷ എന്നാണ് പറയുക, ഇംഗ്ലീഷിൽ മലബാർ നട്ട് എന്നും തമിഴിൽ ആടതോട എന്നുമാണ് ഇതിന്. പിന്നെ തെലുങ്കിൽ ആടസാരമു എന്നും മലയാളത്തിൽ ആടലോടകം എന്ന് പറയുന്നു. ഇതിന് വേറെ ഒരു ആയിട്ടുള്ള വലിയൊരു ബന്ധം ഈ ആടലോടകത്തിനുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ഇല ആടിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാൽ ആട് അത് തൊടില്ല, അതൊന്ന് വെറുതെ കടിച്ചിട്ട് തുപ്പിക്കളയുന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് പലരും പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ദിവസം ആടലോടകത്തിൻ്റെ ഇല കട്ട് ചെയ്ത് ആടിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആട് ഇതേമാതിരി ഒരു കടി കടിച്ചിട്ട് അതിനവിടെ തുപ്പിയിട്ടിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ തമിഴ്നാട്ടിലുള്ളവർ പറയുന്ന ആട് അതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആട് തിരിഞ്ഞു നോക്കാതെ പോകുമെന്നാണ് ആടലോടകത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ആടലോടകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറെ പറയാനുണ്ട്. അപ്പോൾ അതിൽ ഒന്ന്, ആടലോടകത്തിൽ ചെറിയ ആടലോടകവും വലിയ ആടലോടകം ഉണ്ടെന്ന് പറയും. ചെറിയ ആടലോടകത്തിൻ്റെ വേരിൽ ധാരാളം ഉരുണ്ട് തടിച്ച ഗ്രന്ഥികൾ കാണാം. ചെറിയ ആടലോടകത്തിന് ഔഷധ ഗുണങ്ങൾ കൂടുന്നു. ചെറിയ ആടലോടകത്തിൽ 8 ജോഡി വരെ ഞരമ്പുകൾ കാണും. വലിയ ആടലോടകത്തിൽ ഇലകൾക്ക് മുകളിൽ 14 ജോഡി വരെ ഞരമ്പുകളുണ്ടാവും. അതാണ് ഇതിൻ്റെ 8 ജോഡിയുള്ള സമയത്ത് വലിയ ആടലോടകത്തിൽ 14 ജോഡി വരെ ഞരമ്പുകൾ ഈ ഇലയിൽ കാണുന്നു എന്നുള്ളതാണ്. വലിയ ആടലോടകം ഇന്ത്യയിലെ എല്ലാ ദിക്കിലും കാണുമ്പോൾ ചെറിയ ആടലോടകം കേരളത്തിൽ മാത്രമാണ് കാണുന്നത്. ഇല, പൂവ്, വേര്, വിത്ത് എന്നിവ ഔഷധയോഗ്യമാണ്. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? കഫക്കെട്ട്, ഛർദി, ശ്വാസം മുട്ട് എന്നിവയെ നശിപ്പിക്കും. ഇലയിലെ നീരെടുത്ത് തേനും ചേർത്ത് കഴിക്കും. ഇലയും സമൂലവുമായി കഷായം വെച്ച് കുടിക്കുന്നു. ക്ഷയരോഗത്തിന് ഇതുപോലെ മറ്റു ചേരുവകളിലും ഔഷധമായി ഉപയോഗിക്കുന്നു. പണ്ട് ഇതിന് വേറെ വലിയ പ്രത്യേകത, പണ്ട് വയറ്റാട്ടിമാർ പ്രസവം നടക്കുവാൻ വൈകിയാൽ ആടലോടകത്തിൻ്റെ വേര് അരച്ച് നാഭിക്ക് കീഴിൽ പുരട്ടും. പ്രസവം ഉടനെ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വേര് അരച്ച് നാഭിക്ക് അടിയിൽ പുരട്ടി കഴിഞ്ഞാൽ പണ്ട് പ്രസവം വേഗം നടന്നിരുന്നു. അത് പണ്ടത്തെ മുത്തശ്ശി വൈദ്യത്തിലും വയറ്റാട്ടികളും ചെയ്യുന്ന ചികിത്സയിൽ പെട്ടിട്ടുള്ളതാണ്. ഇപ്പം അതിൻ്റെ കാലമൊന്നുമല്ല. ഇപ്പോൾ പേരല്ല, കീറാണ്. പേരിന് വേണ്ടി ആസ്പത്രിയിൽ പോയാൽ കീറി പറഞ്ഞ് നമ്മളെ കൊണ്ട് വിടും. നമ്മുടെ ആളുകളെ കീറിയിട്ടാണ് വിടുന്നത്. അപ്പോൾ പണ്ട് ശരിക്കും നൊന്ത് പ്രസവിക്കുക എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ഇന്ന് നൊന്ത് പ്രസവിക്കുന്ന പരിപാടിയില്ല. പ്രസവവേദന അറിയാതെ ആണ് ഇന്ന് ആളുകളെല്ലാവരും പ്രസവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈ ഉണ്ടാവും. വേര് മുറിച്ചും കമ്പ് മുറിച്ച് നട്ടും വിത്ത് മുറിച്ച് നട്ടും വേരുമെന്നും പൊട്ടി നമുക്കിതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ചെറിയ ആടലോടകം വീട്ടിൽ കൃഷി ചെയ്യുക. വലിയ ആടലോടകം
വേലിക്ക് ഒരു പത്തൽ എന്ന് പറയും, ഇവിടുത്തെ കൊടുങ്ങല്ലൂർ സൈഡിൽ പറയും വേലിപ്പത്തൽ എന്ന് പറയും. വേലിക്കൊരു സപ്പോർട്ടായിട്ട് നമ്മളത് കെട്ടിക്കൊടുക്കാറുണ്ട്. അത് പാലക്കാട് ജില്ലകളിലാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭാഗത്തൊന്നും മുമ്പ് കാലങ്ങളിലുണ്ടായിരുന്നു ആടലോടകം, ഇപ്പോൾ വലിയ ആടലോടകം. അപ്പോൾ ചെറിയ ആടലോടകം നമുക്ക് നട്ടു വളർത്താം. ഇതിൻ്റെ പൂവ് ഉണ്ടാകുന്ന വിത്ത് എടുത്ത് നട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പുതിയ ഇതുകളുണ്ടാകും. അപ്പോൾ ഇതേമാതിരി നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പല ഔഷധങ്ങളും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചെറിയ തോതിൽ അറിയാവുന്ന വിവരങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.